നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം TV ചാനലിൽ നടന്നൊരു അഭിമുഖത്തിൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് ഒരു ചോദ്യം ഉണ്ടായി. അന്ന് 5 പ്രമുഖ നേതാക്കളാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ കേൾക്കുന്നത്. ഈ 5 പേരുടെ പേരുകളും അവിടെ പറഞ്ഞു. അതിൽ 3 പേർ ഇപ്പോൾ രംഗത്തുള്ളവർ, ബാക്കി 2 പേര് ശശി തരൂരും K മുരളീധരനും. ഈ 5 പേരിൽ ആർക്കാണ് മുഖ്യമന്ത്രി സാധ്യത എന്ന് ചോദിച്ചപ്പോൾ അന്ന് KC വേണുഗോപാൽ പറഞ്ഞ മറുപടി, ഞാൻ എന്തായാലും രംഗത്തില്ല, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയല്ല, എന്നെ വിട്ടേര് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? വിജയം ഉറപ്പായി വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ KC വേണുഗോപാൽ പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നു. വാസ്തവത്തിൽ ഞാൻ ആലോചിക്കുന്നത് KC വേണുഗോപാലിന് ഈ കേരളത്തിൽ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായ നേതാവൊന്നുമല്ല, നമുക്കെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്, മുഖ്യമന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്ന ആളാണ്. ആ നിലയിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. ഇതൊക്കെ നിലയിൽ KC വേണുഗോപാലിന് ഇവിടെ ഒരു സ്ഥാനവും അന്തസ്സും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന് മത്സരിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വില കളഞ്ഞില്ലേ? അദ്ദേഹം എന്താ കരുതിയത്? ഇവിടെ ഇത്രയും വലിയൊരു വിജയമുണ്ടാക്കി അതിനുവേണ്ടി അധ്വാനിച്ച VD സതീശനെ അല്ലെങ്കിൽ രമേശിനെ പോലുള്ളവരൊക്കെ പെട്ടെന്ന് പിൻവാങ്ങി അദ്ദേഹത്തിന് പാതി ഒരുക്കും, റെഡ് കാർപ്പറ്റ് ഒരുക്കുമെന്നാണ്. VD സതീശൻ്റെ കാര്യം എന്തോന്നും നോക്ക്. VD സതീശനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥിതി എന്തായിരുന്നു? അദ്ദേഹം പടിപടിയായിട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം എങ്ങനെ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ ഉയർത്തക്കരുത്തുള്ള വിജയം കൊണ്ടുവന്നു. ഓരോ തവണയും അദ്ദേഹം അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇത്ര വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആരും ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അദ്ദേഹം എത്തിച്ചു. നിലമ്പൂരിലെ മത്സരത്തിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടായി. അവിടെ അൻവറിനെ പോലെ ഒരാൾ വെല്ലുവിളി ഉയർത്തിയപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് അദ്ദേഹം അതിനെ നേരിട്ടത്. ഇന്ന് ആ അൻവറിനെ അന്ന് പലരും നിർദ്ദേശിച്ച പോലെ ഘടകകക്ഷിയായിട്ട് എടുത്തിരുന്നെങ്കിൽ, അൻവറിനെ അവിടുത്തെ മുഖ്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് പോയിരുന്നെങ്കിൽ ഇന്ന് അൻവറിന് മുന്നണിയിലെ കളി എന്തായിരുന്നേനെ? എത്ര ഭംഗിയായിട്ട് അത് സതീശൻ അന്ന് ഒതുക്കി. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം എത്ര ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം, മാത്രമല്ല 5 വർഷത്തിനുള്ളിൽ എങ്ങനെ അദ്ദേഹം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതാരും പ്രത്യക്ഷമായി കാണത്തില്ല. ഈ ഓരോ സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളെയും, സാമുദായികമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ ഉള്ള ഓരോ സംഘടനയിലെ ആളുകളെ എങ്ങനെയൊക്കെ അദ്ദേഹം നേരത്തെ കഴിഞ്ഞ തവണ LDFിനൊപ്പം നിന്നിരുന്നവർ പലരും കരുതുന്ന പോലെ കഴിഞ്ഞ തവണ LDF വിജയിപ്പിച്ചത് കിറ്റ് കൊണ്ടൊന്നുമല്ല. അത് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ ഉൾപ്പെടെയുള്ള, ക്രിസ്ത്യൻ സമുദായത്തിലെ പല സംഘടനകൾ ഉൾപ്പെടെയുള്ള, ഹിന്ദു സമുദായത്തിലെ സംഘടനകൾ ഉൾപ്പെടെയുള്ള, ഇങ്ങനെ പല പിന്നോക്ക സമുദായത്തിലെ സംഘടനകൾ ഉൾപ്പെടെയുള്ള പല സംഘടനകളെയും സംസാരിച്ച് ഏകോപിപ്പിച്ച് ഒന്നിച്ച് UDFിനൊപ്പം കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ ഒരു വിജയം കൂടിയാണിത്. ആ വിജയത്തെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയ വേറെ ഘടകങ്ങളുണ്ട്. CPMന് പിണറായി വിജയനോടുള്ള എതിർപ്പ്, ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം കൊണ്ട് CPMനകത്ത് തന്നെ ഉണ്ടായ ഒരു ചോർച്ച, ഇതെല്ലാം ഇതിനെ വലിയൊരു തരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ അതുപോലും മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്ന ഒരാളായിരുന്നു VD സതീശൻ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പണ്ടത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ VD സതീശൻ നേടിയെടുത്ത ഒരു വലിയ വിജയം 100 സീറ്റിനപ്പുറത്തേക്ക് നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഒരു വാചകമാണ് അദ്ദേഹത്തെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ ഉയർത്തിയത്. മാന്യമായൊരു വിജയം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നിർത്തിയ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുമില്ല രാഷ്ട്രീയത്തിലുമില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു തൻ്റെ ഇടം കോൺഗ്രസ്സിലെ ഏത് കോൺഗ്രസ് നേതാവിനുണ്ട് ഉള്ളത്? KC വേണുഗോപാലിനുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? ആർക്കുമില്ല. അങ്ങനെ പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ച ഏതെങ്കിലും ഒരു നേതാവ് CPMലുണ്ടോ? BJPയിലുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളി കേൾക്കുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ ഞാനത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെ തൻ്റെ ഇടമായിട്ട് പറയാൻ കഴിഞ്ഞൊരു നേതാവ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ കോൺഗ്രസ്സുകാരിലുണ്ടാക്കിയ ഒരു ഉയർത്തിയ ഒരു മൊറാൽ എത്രമാത്രമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയല്ല ഒരു വിജയം കൊണ്ടുവന്ന ഒരു VD സതീശനെ പോലെ ഒരാൾ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് എന്നോട് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. വാസ്തവത്തിൽ KC വേണുഗോപാലിനെ പോലുള്ള ഒരാൾ, ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ AICC ജനറൽ സെക്രട്ടറി ഒരാൾ
ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കട്ടെ, ഞാൻ രംഗത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കെ സി വേണുഗോപാലിൻ്റെ പ്രതിച്ഛായ എത്രമാത്രം ഉയരുമായിരുന്നു, എത്ര സ്മൂത്തായിട്ട് ഈ ഭരണമാറ്റം നടക്കുമായിരുന്നു, എത്ര സ്മൂത്തായിട്ട് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു. രമേശും സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തീർക്കുമായിരുന്നു. പക്ഷേ വി ഡി സതീശനെ പോലെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ ഒരാൾ അപ്പുറത്ത് നിന്നപ്പോൾ ഇപ്പുറത്ത് കെ സി വേണുഗോപാലിനെ നേരിടാൻ വേണ്ടി വി ഡി സതീശനെ വേണ്ടി സ്നേഹിക്കുന്നവർ ഉയർത്തിയ ഒരു വലിയൊരു പ്രതിരോധം വാസ്തവത്തിൽ അതൊഴിവാക്കാമായിരുന്നു. അതിവിടുത്തെ ആളുകളുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ നിലവാരം തകർത്ത് കളഞ്ഞു, അത് യു ഡി എഫിൻ്റെ നിലവാരം തകർത്ത് കളഞ്ഞു, ഇവിടുത്തെ വിജയത്തിൻ്റെ ആ ഒരു ശബളിമ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു വളരെ വിവേകപൂർവ്വമായിട്ട്. അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇടപെടണമായിരുന്നു. എനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാലിനെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇതൊരു മാർഗമായിട്ട്, കാരണം കെ സി വേണുഗോപാൽ 9 വർഷമായിട്ട് അവിടെ AICC ജനറൽ സെക്രട്ടറിയാണ്. പല ആളുകൾക്ക് മുകുൾ വാസനിക്കിനും മക്കാനുമൊക്കെ എങ്ങനെയെങ്കിലും കെ സി വേണുഗോപാൽ അവിടെ നിന്ന് മാറണമെന്നും ആ സ്ഥാനത്തേക്ക് അവർക്കൊക്കെ നോട്ടമുണ്ട് താനും. അപ്പോൾ അതിനുവേണ്ടി ഒരു കിക്കിംഗ് ദ അപ്സ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിലേക്ക് അയച്ചാൽ അവിടെ ഇനി പകരം തങ്ങൾക്കൊക്കെ ആ പദവിയിലിരിക്കാമെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഒരു സ്റ്റേറ്റിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് എവിടെ മത്സരിക്കും, ഇനി എവിടെ ജയിക്കും? ഇനി അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുവെന്ന് കരുതുക, അദ്ദേഹം ഇനി അഥവാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ, UDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഇതിന് ക്ഷീണം ആർക്കാണ്? ഹൈക്കമാൻഡിനല്ലേ? ഹൈക്കമാൻഡ് ഇമേജ് തകർന്നു പോകത്തില്ലേ? കെ സിയുടെ ഇമേജ് തകർത്തില്ലേ? UDFിൻ്റെ ഇമേജ് തകർത്തില്ലേ? ഇതൊക്കെ സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം അഭീഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടില്ലാതെ ഈ UDFിൻ്റെ, ഈ കോൺഗ്രസിൻ്റെ ഈ വലിയൊരു അഭിമാനാർഹമായ ഒരു വിജയത്തെ ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇനിയെങ്കിലും ആലോചിക്കുക, ഇനിയെങ്കിലും കെ സി വേണുഗോപാൽ ഈ സത്യം തിരിച്ചറിഞ്ഞ് പിന്വാങ്ങാൻ, ഇനി അതിനല്ല തയ്യാറെങ്കിൽ, ഇനിയും ഈ അവകാശവാദവുമായി നിൽക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ പിന്നെയൊക്കെ നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാം.